വിനായക ഭഗവാനും ശാന്തമഹിഷിയും. ദേവന്മാർക്കും അസുരന്മാർക്കും വിനായക ഭഗവാന്റെ വീര്യത്തെയും ജ്ഞാനശക്തിയെയും കുറിച്ച് നന്നായി അറിയാമായിരുന്നു. അസുരന്മാർ വിനായക ഭഗവാനെ വധിക്കുവാൻ തീരുമാനമെടുത്തു. അവരിലൊരാളായിരുന്നു ശാന്തമഹിഷി. വിനായകൻ എന്റെ സഹോദരൻ വ്യോമാസുരനെ കൊന്നിരിക്കുന്നു. ഞാൻ വിനായകനെ കൊന്ന് പ്രതികാരം ചെയ്യും. നീ വളരെ സൂക്ഷിച്ചു പ്രവർത്തിക്കണം. വിനായകൻ വളരെ ശക്തിയും ബുദ്ധിയുമുള്ളവനാണ്, ഓർമ്മയിരിക്കട്ടെ. ഞാൻ കുറെ നാളുകളായി വിനായകനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. നാളെ തന്നെ എന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കും. സാക്ഷി, ഇന്ദ്രന്റെ പത്നിയോ? ഇവിടെ എങ്ങനെ? മൂഢ, ഞാൻ ശാന്തമഹിഷിയാണ്. ഞാൻ ഈ രൂപത്തിൽ വന്ന എല്ലാവരെയും കബളിപ്പിക്കാൻ പോവുകയാണ്. ആരും എന്നെ സംശയിക്കുകയേയില്ല. ശാന്തമഹിഷി തന്റെ ആഗ്രഹ സാഫല്യത്തിനായി കൈലാസത്തിലെത്തി. അവൾ പാർവതി ദേവിയെ സമീപിച്ചു. ഓ സാക്ഷി, വന്നാലും. നാം കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. എന്താണ് ആകെ ഒരു പരിഭ്രമം? ദേവി, എന്റെ പതിയായ ഇന്ദ്രനെ കുറെ നാളുകളായി കാണുവാനില്ല. എങ്ങനെ? ഒരുപക്ഷെ അസുരന്മാരെ ഭയന്ന് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാവാം ദേവി. അദ്ദേഹത്തെ കണ്ടുപിടിച്ചു തരാനായി ശിവഭഗവാനോട് അപേക്ഷിക്കുവാനാണ് ഞാനിവിടെ വന്നത്. ദേവി എന്നെ സഹായിച്ചാലും. വിഷമിക്കേണ്ട, നിന്റെ പതി സുരക്ഷിതനായിരിക്കും. നീ വൈകാതെ അദ്ദേഹത്തെ കണ്ടുമുട്ടും. എന്നോടൊപ്പം വരൂ. പാർവതി ദേവി കരുണാമയിയാണ്. ശാന്തമഹിഷിയെക്കുറിച്ച് ദേവിക്ക് സംശയം തോന്നിയതേയില്ല. പാർവതി ദേവി ശാന്തമഹിഷിയെ കൈലാസം ആകെ ചുറ്റിക്കാണിച്ചു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും വിനായകനെ കാണുന്നുണ്ടോ എന്നായിരുന്നു ശാന്തമഹിഷിയുടെ ശ്രദ്ധ. പക്ഷേ വിനായകനെ കണ്ടില്ല. ഇവിടെ അല്പസമയം വിശ്രമിച്ചാലും. വിനായകനെവിടെ? ഞാൻ വന്നതു മുതൽ അവനെ കണ്ടതേയില്ലല്ലോ. ഓ, അവൻ ഇവിടെ എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാവും. ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. ശരി, വളരെ നന്നായി. ശാന്തമഹിഷിക്ക് വളരെ സന്തോഷമായി. അവളെ ആരും സംശയിച്ചതേയില്ല. അവളുടെ ചതിപ്രയോഗം അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. വിനായക ഭഗവാൻ അങ്ങോട്ട് വരുന്നത് കണ്ട ഉടനെ അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ഹോ, ഇവനൊരു ബാലകനല്ലേ? ഇവനൊരു ശക്തിശാലിയാണെന്ന് എല്ലാ അസുരന്മാരും ഭയപ്പെടുന്നു. ഈ ബാലകനെ ക്ഷണനേരം കൊണ്ട് ഞാൻ നശിപ്പിക്കും. വിനായക, എന്റെ അടുത്ത് വരൂ. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. അടുത്ത് വന്ന് എന്നെ ആലിംഗനം ചെയ്താലും. ആ, ഇതിലെന്തോ ചതിയുണ്ടെന്ന് തോന്നുന്നു. വിനായക ഭഗവാൻ സാവധാനം ശാന്തമഹിഷിയുടെ അരികിലേക്ക് നടക്കാൻ ആരംഭിച്ചു. അവൾക്ക് ആഹ്ലാദം അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓരോ ചുവട് വയ്ക്കുമ്പോഴും തന്റെ രൂപം കുറേശ്ശെയായി വലുതാക്കിക്കൊണ്ടേയിരുന്നു ഗണപതി. ശാന്തമഹിഷിയെ സമീപിക്കുന്തോറും അദ്ദേഹത്തിന്റെ രൂപം ഭീമാകാരമായിക്കൊണ്ടേയിരുന്നു. എന്താണിത്? ഈ രൂപം ഇത്ര ഭീമാകാരമായിരിക്കുന്നുവല്ലോ. അയ്യോ, ഞാനിപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ എന്തു തോന്നുന്നു? ഞാൻ ബാലകനാണെന്നോ? നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? വാ, എന്നെ കൊല്ല്. അവൾ തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് വിനായക ഭഗവാനെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിനായക ഭഗവാൻ അവളോട് കൂടുതൽ അടുത്തു. എന്നെ നിനക്ക് ആലിംഗനം ചെയ്യണമെന്നുണ്ടോ? ശരി, ഞാൻ നിന്നെ ആലിംഗനം ചെയ്യാം. വിനായക ഭഗവാൻ അവളെ ആലിംഗനം ചെയ്ത് ഞെരിച്ചു കൊന്നു. ആരാണിത്? പുത്ര വിനായക, എന്താണിത്? ആരാണിവൾ? സാക്ഷി എവിടെ? മാതാശ്രീ, വന്നത് ശാന്തമഹിഷിയായിരുന്നു. സാക്ഷിയുടെ രൂപം പൂണ്ട് ഇവിടെ വന്നതാണ്. ഞാൻ അവളുടെ പക്കലേക്കാണോ പുത്ര നിന്നെ അയച്ചത്? വിഷമിക്കേണ്ട മാതാശ്രീ, ഇനി അവൾക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല. ഗണേശവാഹനം എലി. വളരെ കാലം മുൻപ് ഗജമുഖാസുര എന്ന അസുരനുണ്ടായിരുന്നു. വളരെ ശക്തനാവാൻ ആഗ്രഹിച്ച അദ്ദേഹം 3 ലോകങ്ങളെയും ഭരിക്കാൻ ആഗ്രഹിച്ചു.
ശിവഭഗവാനിൽ നിന്നും ഒരു അനുഗ്രഹം ലഭിക്കാൻ ഞാൻ എന്റെ പൂർവികരുടെ പാത പിന്തുടരും. ശിവഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഞാൻ കഠിനമായ തപസ്സു ചെയ്യും. ഗജമുഖാസുര ഒരു പർവ്വതത്തിന്റെ മുകളിൽ തപസ്സു ചെയ്യാൻ തുടങ്ങി. നിരവധി വർഷത്തെ കഠിന തപസ്സിനു ശേഷം ഒടുവിൽ ശിവഭഗവാൻ ഗജമുഖാസുരനെ കടാക്ഷിച്ചു. പാർവതി ദേവിക്കൊപ്പം ഇരിക്കുന്ന ശിവഭഗവാൻ പറഞ്ഞു, വർഷങ്ങളായി തപസ് ചെയ്യുന്ന അവന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റേണ്ടതുണ്ട്. ശിവഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി ഗജമുഖാസുരന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തപസ്സിൽ വളരെയധികം സന്തുഷ്ടനാണ്. നിങ്ങൾക്ക് എന്തു വരം വേണം ചോദിക്കൂ. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഗജമുഖാസുരൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവാനാണ്. അമ്പ്, വാൾ തുടങ്ങിയ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ച് എന്നെ വധിക്കാൻ കഴിയരുത് എന്ന അനുഗ്രഹം എനിക്ക് തരിക. ശിവഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഇതും പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ഗജമുഖാസുരന്റെ സന്തോഷത്തിന് അതിരുകളില്ല. ഇനി മുതൽ ഒരാൾക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ വളരെ ശക്തനാണ്. ഹ ഹ ഹ. അന്നു മുതൽ ഗജമുഖാസുരൻ 3 ലോകങ്ങളെയും വിഷമിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ തപസ്സിലിരിക്കുന്ന ദേവന്മാരെയും മൃഗങ്ങളെയും എല്ലാം വേദനിപ്പിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇന്ദ്രദേവൻ ശിവഭഗവാന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങളെ സഹായിക്കൂ. ഗജമുഖാസുരനിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണം. ശിവഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട. ഗജമുഖാസുരന്റെ ശല്യത്തിന് അറുതി വരുത്താൻ ഞാൻ ഗണേശനെ അയക്കാം. ശിവഭഗവാൻ ഗണേശനെ വിളിക്കുന്നു. പറയൂ പിതാവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശിവഭഗവാൻ പറഞ്ഞു, ഗജമുഖാസുരൻ ലോകത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അതിന് അറുതി വരുത്തണം. ഗണേശൻ പറഞ്ഞു, എനിക്കറിയാം പിതാവേ, ഗജമുഖാസുരന്റെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാര്യം എനിക്ക് വിട്ടേക്കൂ. ഗണേശൻ കൈലാസം വിട്ട് ഗജമുഖാസുരനെ കാണുവാൻ പോയി. ഗജമുഖാസുരൻ ഗണപതിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഗണപതി പറഞ്ഞു, എല്ലാവരെയും ഉപദ്രവിക്കുന്നത് നിർത്തുക. അവരെ സമാധാനപരമായ ജീവിതം നയിക്കാൻ അനുവദിക്കുക. ഗജമുഖാസുരൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല. നിങ്ങൾക്ക് പോവാം. ഗണേശന് ദേഷ്യം വന്നു. ഗജമുഖാസുരനെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഗണേശൻ ഒരു അമ്പെയ്തു. പിന്നീട് തന്റെ കോടാലി, ഗദ, വാൾ എന്നിവ കൊണ്ടെല്ലാം ആക്രമിച്ചു. എന്നാൽ ഈ ആയുധങ്ങൾക്കൊന്നും തന്നെ ഗജമുഖാസുരനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗജമുഖാസുരൻ അട്ടഹസിക്കാൻ തുടങ്ങി. ഹ ഹ ഹ, നിങ്ങളുടെ പിതാവ് എനിക്കൊരു അനുഗ്രഹം നൽകിയത് അറിഞ്ഞില്ലേ? ഒരു ആയുധത്തിനും ഒരിക്കലും എന്നെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. ഗണേശൻ കുറച്ചു നേരം ചിന്തിച്ചു. എന്നിട്ട് തന്റെ വലതു കൊമ്പ് ഒടിച്ച് ഗജമുഖാസുരന് നേരെ എറിഞ്ഞു. കൊമ്പ് ഗജമുഖാസുരനെ തൊട്ട ഉടനെ ഗജമുഖാസുരൻ ഒരു എലിയായി മാറി. രോഷാകുലനായ എലി ഗണേശ ഭഗവാനെ ആക്രമിക്കുവാൻ ഒരുങ്ങി. ഗണേശൻ ഒരു കയറെടുത്ത് എലിയുടെ നേരെ എറിഞ്ഞു. എന്നിട്ട് എലിയുടെ മുകളിൽ ഇരുന്നു. എലി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അങ്ങനെ ഗണേശൻ ഗജമുഖാസുരന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി. എലി പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ ഭഗവാനെ. ഇത് കേട്ട് ഗണേശൻ പറഞ്ഞു, നിങ്ങളുടെ അഹങ്കാരത്തിന് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ എലി പറഞ്ഞു, യജമാനെ, ഞാൻ എന്നെ മനസ്സിലാക്കി. എന്നോട് ക്ഷമിക്കൂ. അങ്ങയുടെ വാഹനമായി എന്നെ സ്വീകരിക്കൂ. ഗണേശൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ. ഗണേശൻ എലിയെ വാഹനമായി സ്വീകരിച്ചു. എലിയുടെ മുകളിൽ കയറി കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. കൈലാസത്തിലെത്തിയ ഗണേശനെ ശിവഭഗവാനും പാർവതി ദേവിയും അനുഗ്രഹിച്ചു. അന്നു മുതൽ ഗണേശ ഭഗവാന്റെ വാഹനം എലിയായി മാറി. പോകുന്നിടത്തെല്ലാം എലിയും കൂടെ ഉണ്ടാകും. Ganesha's vehicle, the mouse. When you offer prasad to Ganesha,
in form of modak, laddu or karanji, you also have to offer it to the mouse. There is a story behind how the mighty god like Ganesha got a mouse as his vehicle. Let's take a look at that story. Long, long ago, there was a demon called Gajamukhasura. He wanted to become very powerful and wished to rule all the three worlds. I will follow the path of my ancestors to get a boon from Shiva. I will do severe penance to make Shiva happy. Gajamukhasura started doing his penance on the top of a mountain. After many years of severe penance, finally Lord Shiva noticed Gajamukhasura. He has been doing penance for so many years now. I will have to fulfill his wish. Lord Shiva disappeared from there and appeared in front of Gajamukhasura. I am very happy with you and I will fulfill your wish. Tell me, what is your wish? Gajamukhasura opened his eyes. He was happy to see Lord Shiva. Oh Lord, I am fortunate to meet you. Grant me the boon that I should not be killed with bow and arrow, sword, axe, or any other weapon. As you wish. Saying this, Lord Shiva disappeared. Gajamukhasura's joy had no bounds. From now on, no one will be able to hurt me. I am very powerful. Ha 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 ha. From that day, Gajamukhasura started troubling all the three worlds. He started hurting people. He would disturb the gods in their penance. He also troubled the animals. Everyone was in trouble due to Gajamukhasura. One day, Lord Indra went to Lord Shiva. Oh Lord, please help us out. You have to save the world from the troubles of Gajamukhasura. Don't worry, I will send Ganesha to put an end to Gajamukhasura. Lord Shiva called Ganesha. Pranam, Father. Please tell me, what do you want me to do? You have to help them. Gajamukhasura has been troubling them a lot. You have to put an end to all this. Yes, Father, I know. Even I have heard the stories of Gajamukhasura. Leave it to me. I will take care of him. Ganesha left Kailash and went to meet Gajamukhasura. Lord Ganesha appeared in front of Gajamukhasura. Why have you come here? Stop troubling everyone. Let them live a peaceful life. I don't need your advice. You can go. Ganesha got angry. He decided to teach Gajamukhasura a lesson. Ganesha shot an arrow. Ganesha threw an axe. Ganesha threw a gada. Then Ganesha attacked Gajamukhasura with a sword. But none of the weapons had any effect on Gajamukhasura. Ha 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 ha! Don't you know that your father has granted me a boon? No weapons can ever do any harm to me. Ganesha thought for a while. Ganesha broke his right tusk and threw it towards Gajamukhasura. As soon as the tusk touched Gajamukhasura, he turned into a little mouse. The furious mouse started attacking Ganesha. Ganesha took a rope, threw it on the mouse and captured him. Ganesha then sat on the mouse. The mouse tried to escape but could not. Thus, Ganesha crushed the ego and pride of Gajamukhasura. My lord, please forgive me. You have been punished for your false ego and pride. I have learnt my lesson, my lord. Please forgive me.
and accept me as your vehicle. As you wish. Lord Ganesha accepted him as his vehicle, the Vahan. Lord Ganesha flew to Kailash and met Lord Shiva and Goddess Parvati. Both of them blessed Ganesha. From that day, the mouse became the vehicle of Lord Ganesha. Wherever Ganesha goes, he rides his vehicle, the mouse.